ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ പ്രതീക്ഷ ഏറുന്നു. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ സിഗ്നൽ കണ്ടെത്തിയതായി സൂചന. സിഗ്നൽ കാണപ്പെട്ട സ്ഥലത്ത് മാർക്ക് ചെയ്ത് കേന്ദ്രീകരിച്ചാണ് പരിശോധന ഇപ്പോൾ നടക്കുന്നത്. 8 മീറ്റർ വരെ ആഴത്തിൽ പരിശോധിക്കാൻ ശക്തിയുള്ള റഡാർ ഉപയോഗിച്ചാണ് പരിശോധന തുടരുന്നത്. അതേസമയം രക്ഷാപ്രവർത്തനത്തിന് എത്തിയ മലയാളികളെ സ്ഥലത്ത് നിന്നും പുറത്താക്കി. സുരക്ഷ നൽകാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുറത്താക്കിയതെന്ന് ലോറി ഉടമ മനാഫ് പറഞ്ഞു. രഞ്ജിത്തിന് മോന്തൊക്കെ അടിയൊക്കെ കിട്ടിക്കണെന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട്. അടി തുടങ്ങിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഓഫീസറോട് പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പോയിക്കോളാം, ഇതിന് വേണ്ടിയിട്ട് സമ്മതം വാങ്ങാൻ വേണ്ടി ഞാൻ പോയിക്കോളാം, ഇവരെ എല്ലാരും പുറത്താക്കരുത്. അപ്പൊ അരമണിക്കൂർ ഇവർക്ക് അവിടെ ഇപ്പൊ നിൽക്കാനുള്ള പെർമിഷൻ അയക്കുന്നു. അതെ, അല്ല, രക്ഷാപ്രവർത്തനം നമ്മൾ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. മൊത്തം മലയാളികളല്ലേ. അതെ, നമ്മൾ പാടില്ല അവിടെ. അപ്പൊ ഇനി അഥവാ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവന് ഭീഷണി ഉണ്ട്, ഇത് എപ്പോഴും ഇടിയുന്നാ പറയണത്. ദിവസമായിട്ട് ഇത് തന്നെ പറയണത്, ഇതുവരെ ഇടിഞ്ഞില്ല. തീർച്ചയായും ഷിരൂരിലാണ് മണ്ണിടിച്ചിൽ. 7ാം നാൾ തെരച്ചിൽ പുരോഗമിക്കുന്നു. അർജുനായുള്ള തെരച്ചിൽ അവിടെ 7ാം ദിവസവും പുരോഗമിക്കുകയാണ്. ഇന്നുണ്ടായ ഒരു നിർണായക നീക്കം ഇക്കാര്യത്തിലുള്ളത്, ഈ കരയിലുള്ള മൺകൂനയിൽ നിന്ന് 3 ഭാഗങ്ങളിൽ നിന്ന് റഡാറിൽ സിഗ്നൽ ലഭിച്ചതാണ് ഒരു നേരിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്. അതുകൊണ്ട് ഈ 3 സിഗ്നൽ ലഭിച്ച ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് നൽകുകയും ആ ഭാഗത്തു നിന്നുള്ള മണ്ണ് നീക്കുന്ന പ്രക്രിയയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 8 മീറ്റർ ഉയരത്തിലാണ് മണ്ണ് കിടക്കുന്നത്. ആ മണ്ണ് നീക്കം ചെയ്താൽ റഡാറിൽ കാണപ്പെട്ട ലോഹം ലോറിയുടേതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളുടേതാണോ എന്നുള്ളതിൻ്റെ സ്ഥിരീകരണം ലഭിക്കും. പക്ഷേ ഈ ഘട്ടത്തിൽ അത് ലോറിയുടേത് തന്നെ എന്ന് വ്യക്തമല്ല. അതുമാത്രമല്ല, അർജുൻ ഓടിച്ച ലോറി കൂടാതെ മറ്റു ചില വാഹനങ്ങളും മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. അതുകൊണ്ട് ഇത് വാഹനത്തിൻ്റേതാണോ അല്ലെങ്കിൽ മറ്റ് അവിടെ ഉണ്ടായിരുന്ന ടവർ അടക്കമുള്ള വലിയ ഇരുമ്പ് സാധനങ്ങൾ മണ്ണിനടിയിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എന്തിൻ്റെ സൂചനയാണ് റഡാറിൽ ലഭിച്ചത് എന്ന് വ്യക്തമല്ല. മണ്ണ് മാറ്റിയാൽ മാത്രമേ അക്കാര്യങ്ങളിൽ വ്യക്തത കൈവരികയുള്ളൂ. അത്തരത്തിലുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന നടപടിയാണ് അവിടെ തുടരുന്നത്. ഇതിനിടെ അർജുൻ്റെ നാട്ടുകാരായ കോഴിക്കോട്ടെ മുക്കം സ്വദേശികളായ 30ഓളം സന്നദ്ധ പ്രവർത്തകർ കർണാടകയിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ അവിടെ സൈന്യം നടത്തുന്ന തെരച്ചിലിനിടയിൽ വളരെ സങ്കീർണമായ മേഖല, മണ്ണിടിച്ചിൽ ഏത് നിമിഷവും ഉണ്ടാകാം, മഴയുണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നാട്ടുകാരായ സന്നദ്ധ പ്രവർത്തകർക്ക് അവിടെ ഇത്തരത്തിലുള്ള രക്ഷാദൗത്യം നടത്താനുള്ള അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീജിത്ത് ഷിരൂരിൽ നിന്നും ചേരുകയാണ്. ശ്രീജിത്ത്, നാട്ടിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് അവിടെ പ്രവർത്തനാനുമതി ലഭിക്കാതെ വരുന്ന സാഹചര്യം സ്വാഭാവികമാണ്. അവിടെ സൈന്യവും NDRFും അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളാണ് ഇത്തരത്തിൽ ഊർജിതമായി രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് അവിടെ അനുമതി ലഭിക്കുമോ എന്നുള്ള സംശയം നേരത്തെ തന്നെ നമ്മൾ ഉയർത്തിയതാണ്. ഇപ്പോഴുള്ള സാഹചര്യം എന്താണ്? ആ പ്രവർത്തകർ അവിടെ നിന്നും മടങ്ങിയിട്ടുണ്ടോ, അതോ ഇപ്പോഴും അവർ സേവന തൽപരരായി അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? ശ്രീജിത്ത്, വിനോദ്, രഞ്ജിത്തും അതോടൊപ്പം തന്നെ പ്രദേശത്ത് ആദ്യം ഈ സൈനികർ ഒരു സ്ഥലം റഡാറിൽ തെളിഞ്ഞ സ്ഥലം ഈ പ്രദേശത്ത് ആദ്യം ഈ സൈനികർ ഒരു സ്ഥലം റഡാറിൽ തെളിഞ്ഞ സ്ഥലം, സിഗ്നൽ ലഭിച്ച സ്ഥലം മാർക്ക് ചെയ്ത് നൽകിയിരുന്നു. നിലവിൽ ആ പ്രദേശത്തെ ഇത്തരത്തിലുള്ള ഇത് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്, മണ്ണ് പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ലോറി എന്തായാലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ പശ്ചാത്തലത്തിൽ തന്നെ സമീപത്തെ നദിക്ക് സമീപമുള്ള ഈ മൺകൂനയിലേക്ക് പരിശോധന മാറ്റുവാൻ എന്തായാലും സൈനികർ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായും നദിയിലേക്ക് മാത്രമായി ഈ ചുരുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ക്കകം തന്നെ ഉച്ചയോടെ ഈ പ്രദേശത്ത് വലിയ മഴയായിരുന്നു. അത് ഇത്തരത്തിൽ ഇതിന് ഒരു മെല്ലെപ്പോക്കുണ്ടായതായും അതേ ഈ ദൗത്യ സംഘത്തിലെ അംഗങ്ങൾ പറയുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും കർണാടക പോലീസ് ഇവിടെ എത്തി അവരെ പുറത്താക്കിയിരിക്കുന്നത്. അവരോട് പറഞ്ഞത് കളക്ടറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഇവിടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നും നിലവിൽ ഇത്തരത്തിൽ ഈ പോലീസിന്റെ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. എന്തായാലും
രാവിലെ ഒരു 10 മണിയോടെയായിരുന്നു ഇത്തരത്തിൽ സിഗ്നൽ ലഭിച്ചെന്ന ഒരു വാർത്ത അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ആ സ്ഥലം മാർക്ക് ചെയ്യുന്നു, ആ സ്ഥലം പരിശോധിക്കുന്നു. പക്ഷേ ആ സ്ഥലത്ത് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു ലോറി കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല. ആ പ്രതീക്ഷ അവസാനിപ്പിച്ച് അവർ തൊട്ടടുത്ത ഈ നദിക്ക് കരയിലുള്ള മൺകൂനിയിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാണുന്ന നദിയിലും ഇത്തരത്തിലുള്ള വലിയ പരിശോധന നടക്കുന്നു. അത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവരാണ് പരിശോധന നടത്തുന്നത്. വലിയ പരിശോധനയാണ് നടത്തുന്നത്. അവർ പലയിടങ്ങളിലായി സെർച്ച് ചെയ്യുകയാണ്. രാവിലെ മുതൽ തന്നെ ഈ പരിശോധന തുടരുകയാണ്. ഈ നദിക്ക് സമീപത്ത് രൂപപ്പെട്ട വലിയ മൺകൂനകൾ കേന്ദ്രീകരിച്ചും പരിശോധന ശക്തമാകുകയാണ്. എന്തായാലും നിലവിൽ ഈ മനാഫ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഓരോ നിമിഷവും പ്രതീക്ഷ അസ്തമിക്കുന്ന അവസ്ഥയിലേക്കാണ് നിലവിൽ പോകുന്നതെന്നാണ് മനാഫ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതേപോലെ തന്നെ ശ്രീജിത്ത്, അവിടെ നാട്ടിൽ നിന്നും വന്ന സന്നദ്ധ പ്രവർത്തകർ അവിടെ സേവനം നടത്താനായി അവർ അങ്ങോട്ടേക്ക് വരാൻ ഒരുങ്ങി. പക്ഷേ അവിടെ അവർക്ക് അനുമതി ലഭിച്ചില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ. സ്വാഭാവികമായും അവിടെ വളരെ സങ്കീർണമായ രക്ഷാപ്രവർത്തനം നടക്കുന്നു. മല ഇടിയുന്ന സാഹചര്യം, മണ്ണിടിയുന്ന സാഹചര്യം നിലനിൽക്കുന്നു. കനത്ത മഴയുണ്ട്. അതുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. അതുകൊണ്ടാണോ ഈ നാട്ടിൽ നിന്നും പോയ ആളുകൾക്ക് അവിടെ രക്ഷാപ്രവർത്തനം നടത്താനുള്ള അനുമതി ലഭിക്കാതെ പോയത്? ഈ സാഹചര്യം കൊണ്ടാണോ ശ്രീജിത്ത്? അത്തരത്തിലൊരു ആവശ്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് രഞ്ജിത്തിനെ ഉൾപ്പെടെ ഉള്ളവരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചത് എന്നത് ചോദ്യമാണ്. കാരണം രഞ്ജിത്ത് ഇത്തരത്തിൽ പല ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെത്തി ഇത്തരത്തിൽ പരിശോധന നടത്തിയ ഒരു വ്യക്തിയാണ് രഞ്ജിത്തിനെ വരെ ഇടിച്ചു തള്ളുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ചോദ്യം എന്തുകൊണ്ടാണ് നിലവിൽ മാധ്യമങ്ങളെ ഉൾപ്പെടെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ നിരന്തരം വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പണികൾ നടക്കുന്നില്ല, ഇത്തരം ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്ന രീതിയിൽ വാർത്തകളും പോകുന്നുണ്ട്. അതിനാലായിരിക്കും ഇത്തരം പുറത്താക്കിയതെന്നും ചിലർ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും വലിയ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം 3 ദിവസമായി അവിടെ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന മലയാളികളെ അല്പസമയം മുമ്പ് ഉച്ചയോടെ തന്നെ പുറത്താക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ നദി കേന്ദ്രീകരിച്ചും ആണ് ഇനി കൂടുതൽ പരിശോധന നടത്താനുള്ള സാധ്യത. റഡാർ സംവിധാനങ്ങളിലും ഇത്തരത്തിൽ നദിയുമായി ബന്ധപ്പെട്ട് ഒരു സിഗ്നൽ ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇത് ദൗത്യം പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ലോറി ഉണ്ടാകും എന്നുള്ള ഒരു സന്ദേഹത്തെ തുടർന്ന് ആ ഭാഗത്തെ മണ്ണ് നീക്കുന്ന പ്രക്രിയയാണ് ഇതുവരെയായി അവിടെ ഇന്നത്തെ ദിവസം നടന്നു വന്നത്. പക്ഷേ ലോറിയുടേതായ ഒരവശിഷ്ടവും ഈ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം വളരെ സങ്കീർണമാണ്. രാവിലെ ലഭിച്ച ഒരു ശുഭസൂചനയ്ക്ക് അനുഗുണമായി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല. കൂടുതൽ ഈ ലോറിയെ സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യം. അതുകൊണ്ട് പരിശോധന ഗംഗാവലി പുഴയിലേക്ക് വീണ്ടും കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിലവിലുള്ളത്. ഈ അർജുൻ്റെ കോഴിക്കോട് മുക്കത്തെ വസതിയിൽ നിന്നും നമുക്കൊപ്പം ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, ആ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? വലിയ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ 30 പേരടങ്ങുന്ന നാട്ടുകാർ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ അവിടെ വളരെ സങ്കീർണമായ അല്ലെങ്കിൽ മഴ പെയ്യുന്ന മണ്ണിടിയുന്ന സാഹചര്യത്തിൽ അവരെ ആ രക്ഷാദൗത്യത്തിന് അവർക്ക് അനുമതി ലഭിക്കാതെ വരുന്നു. പക്ഷേ അവിടെ നടത്തിയ രക്ഷാദൗത്യത്തിൽ ലോറിയുടേതായ സൂചനകളൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം വരുന്നു. എങ്ങനെയാണ് നമുക്ക് ആ കോഴിക്കോട്ട് മുക്കത്തെ വീട്ടിൽ നിന്നും എന്താണ് ഇപ്പോൾ നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഗോകുൽ? ഈ അർജുൻ്റെ കുടുംബം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, രക്ഷാദൗത്യം ഒരു കാരണവശാലും നിർത്തിവെക്കാൻ പാടില്ല. 7 ദിവസമായി ഞങ്ങൾ ഒരു നിരാശയറ്റ രീതിയിലാണ്. എന്തായാലും ഇത്രത്തോളമൊക്കെ ആയില്ലേ, എന്തെങ്കിലും ഒരു അർജുൻ്റെ ഒരു തുമ്പ് എങ്കിലും കിട്ടാതെ ഞങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, അവിടെ ഷിരൂരിലുള്ള ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ഒരു തിമ്പെങ്കിലും കിട്ടാതെ ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊരു പ്രതികരണമായിരുന്നു അർജുൻ്റെ സഹോദരി അഞ്ജു ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചത്. പിന്നീട് പ്രത്യക്ഷ പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് ഷിരൂരിൽ നിന്ന് അവിടേക്ക് വരുന്ന രക്ഷാപ്രവർത്തകരായിട്ടുള്ള മലയാളികളായിട്ടുള്ള ആളുകളെ തടയുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ വളരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. കാരണം അവിടെ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം വേണ്ട രീതിയിൽ ഫലപ്രദമാവുന്നില്ല എന്നോ അല്ലെങ്കിൽ അവർ ക്രിയാത്മകമായി ഇടപെടുന്നില്ല എന്നുള്ള ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായിട്ടും മലയാളികളായിട്ടുള്ള രക്ഷാപ്രവർത്തകർ എല്ലാ തരത്തിലും പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇന്ന് മുക്കത്തുനിന്ന് പോയിട്ടുള്ള 18 അംഗ സംഘങ്ങൾ പലതരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള ആളുകൾ നേരത്തെ തന്നെ കഴിവ് പലയിടങ്ങളിലും തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. അവിടെയുള്ള രക്ഷാപ്രവർത്തനം വേണ്ട രീതിയിൽ പുരോഗമിക്കുന്നില്ല എന്നൊരു തോന്നലുള്ള ഉണ്ടായതിന്
പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ SP ഉൾപ്പെടെയുള്ള ആളുകൾ വേണ്ട രീതിയിൽ ഈ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടുന്നില്ല എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്നും ഈ സന്നദ്ധ സേന ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ പോവാൻ തയ്യാറായിട്ടുള്ളത്. അവരെ അങ്ങോട്ടേക്ക് കടത്തിവിടാത്തതിൽ ഇവിടെയുള്ള നാട്ടുകാർ പ്രത്യക്ഷമായിട്ട് ഈ വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് തന്നെ പല ആളുകളും വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടും എന്താണ് ഇത്തരത്തിലുള്ള ഒരു നടപടി അവിടെ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രഹസ്യമായും മറ്റും നമ്മളോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇതിനുശേഷം ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം അർജുൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ ഓരോ സമയവും അവർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമല്ല കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ളത്. നമുക്കതിൻ്റെ അവരുടെ സാഹചര്യത്തെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്തെങ്കിലും ഘട്ടത്തിൽ അവർക്ക് എന്തെങ്കിലും പറയാൻ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ അധികൃതരോടോ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അവർ നമ്മളെ അറിയിക്കുകയും നമ്മൾ മാധ്യമപ്രവർത്തകർ കൂട്ടമായി പോയി അവരുടെ കാര്യങ്ങൾ എടുക്കുകയും അത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുകയും അതായത് വാർത്ത പുറത്തുവിട്ട് അവരെ അറിയിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത്തരത്തിലൊരു പ്രതികരണമാണ് രാവിലെ നമുക്ക് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയത്. പറഞ്ഞത് 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കാര്യക്ഷമമായി കുന്നിന് സമീപത്തും പുഴയിലും തിരച്ചിൽ കാര്യക്ഷമമായി നടത്തേണ്ടതുണ്ട്. ഞങ്ങൾ ആശ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ അവൻ്റെ ഒരു തുമ്പെങ്കിലും കിട്ടാതെ ഞങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടങ്ങി വരാൻ തയ്യാറാവില്ല തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു രാവിലെ നടത്തിയത്. രാവിലെ അത്തരത്തിലൊരു പരാമർശം നടക്കുന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിനായിട്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് സേവനം ചെയ്യാൻ തയ്യാറായിട്ട് ഇവിടെ നിന്ന് പോയിട്ടുള്ള ആളുകളെ തടയുന്ന ഒരു സാഹചര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം സൈന്യം ഇറങ്ങിയ സമയത്ത് ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു അർജുൻ്റെ കുടുംബവും ഈ നാട്ടുകാരൊക്കെ രംഗത്തുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്ന മലയാളികളായിട്ടുള്ള ആളുകളെ തടയുന്നത് എന്തോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനോടൊരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടും അമർഷം രേഖപ്പെടുത്തിക്കൊണ്ടും ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയുള്ള കാലാവസ്ഥയും മറ്റും പരിഗണിച്ചാണെങ്കിൽ കൂടിയും ഇവിടെയുള്ള ഈ മാൻ പവറിനെ എങ്ങനെയെങ്കിലും ഉപയോഗിക്കണമെന്നും എത്രയും പെട്ടെന്ന് അർജുൻ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടെത്തണമെന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടും കുടുംബത്തിൽ നിന്നും ഈ നാട്ടുകാരും പങ്കുവെക്കുന്നത്. കുടുംബത്തിൻ്റെയോടൊപ്പം നിന്നുകൊണ്ട് ഈ നാട്ടുകാർ ഒന്നാകെ കഴിഞ്ഞ 7 ദിവസമായിട്ട് അർജുന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും അവരുടെ വേണ്ടി കുടുംബത്തിന് വേണ്ടി അവരുടെ നാവായി നിന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇപ്പോൾ ഈ പ്രദേശത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവരെന്തായാലും ഇത്തരം വാർത്ത പുറത്തു വന്നതിന് ശേഷം വളരെ രോഷമായി പ്രതികരിക്കുന്നു. അവിടുത്തെ സാഹചര്യം എന്താണ് എന്നതിനെ പറ്റി ബോധ്യത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ഇവർ അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും വിധേയനെ ഉപയോഗിക്കേണ്ടതാണ്. ഇവർ എന്തുകൊണ്ടാണ് ഈ സർക്കാർ എന്തുകൊണ്ടാണ് കർണാടക ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് അവരുണ്ട്. സ്വാഭാവികമാണ്, സംശയങ്ങൾ സ്വാഭാവികമാണ്. നാട്ടിൽ നിന്നും സന്നദ്ധ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയെങ്കിലും അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഈ പ്രവർത്തനം നടക്കുന്നതിനാൽ അവിടുത്തെ കാലാവസ്ഥയുടെ സങ്കീർണമായ അവസ്ഥ കണക്കിലെടുത്ത് അവർക്ക് അവിടെ രക്ഷാദൗത്യത്തിന് അനുമതി ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ പോലും നേരത്തെ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് പരിശോധന നടക്കുമ്പോൾ നമ്മൾക്ക് പ്രതീക്ഷകളായിരുന്നു. പക്ഷേ വീണ്ടും ആശങ്കയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. അങ്ങനെ അർജുനെ സംബന്ധിച്ച് 7 ദിവസമാകുമ്പോഴും പ്രതീക്ഷകളും ആശങ്കകളും എല്ലാം മിന്നിമറയുന്ന ഓരോ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ കരയിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കാതെ വരുന്നു. ഈ സാഹചര്യത്തിലാണ് അവിടെ പുഴ കേന്ദ്രീകരിച്ച് അവിടെ രക്ഷാദൗത്യം വീണ്ടും ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരുന്നത്. ഇതാണ് ഷിരൂരിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ.